ഹൈ ഗൈസ്, നമ്മൾ വെബ് ഡെവലപ്മെന്റ് സീരീസിലെ അവസാനത്തെ വീഡിയോ എത്തി നിൽക്കുകയാണ്. ഇത് 11ാമത്തെ വീഡിയോ ആണ്. ഇതിന് മുമ്പുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. നിങ്ങൾ എല്ലാവരും ചെയ്ത് പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്ത് വെച്ച വീഡിയോ നമ്മൾ പേജ് സെന്റർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റാ സയൻസ്, പ്രോഗ്രാമിംഗ്, വെബ് ഡെവലപ്മെന്റ്, ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫൈനാൻസ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിന്റെ എയിം തന്നെ കരിയർ ഗ്യാപ്പ് വന്നവർക്കോ ഫ്രഷർ ആയിട്ടുള്ളവർക്കോ ടെക് ജോബ് എനേബിൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ സാഹിർ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാ എലമെൻറ്റ്സിനും ഡിഫോൾട്ടായിട്ടുണ്ടായിരുന്ന മാർജിനും പാഡിങ്ങും നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം മാർജിനും പാഡിങ്ങും സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്കിനി ഈ മെയിൻ ഹെഡറിന് താഴെയായിട്ട് കുറച്ച് സ്പേസ് വേണം. സോ മെയിൻ ഹെഡറിന് ഒരു മാർജിൻ ബോട്ടം കൊടുക്കാം. ഒരു 60 പിക്സൽ സെറ്റ് ചെയ്തു. ഓക്കെ, മാർജിൻ ബോട്ടം അപ്പോൾ 60 പിക്സൽ കൊടുത്തു. ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു ബ്ലൂ ലൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ബോഡിക്ക് ഒരു ബോർഡർ ടോപ്പ് എടുക്കാം. ഓക്കെ, ഇനി ആർട്ടിക്കിളിന് താഴെയായിട്ടും കുറച്ച് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെയും 60 പിക്സൽ തന്നെ കൊടുക്കാം. ഓക്കെ, അവിടെയും ആ ഒരു സ്പേസ് ക്രിയേറ്റ് ആയി. ഇനി ഇമേജിന് താഴെയായിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സ്പേസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്ലാസ് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ റിലേറ്റഡ് പോസ്റ്റിനകത്ത് ഈ ബോർഡറിനും റിലേറ്റഡിനും ഇടയ്ക്കും അതുപോലെ തന്നെ ബോട്ടത്തിലും കുറച്ച് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മൾ അസൈഡ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാഡി 0 എന്ന് കൊടുത്താൽ ആ ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ രണ്ട് വാല്യൂസാണ് നമ്മൾ പാഡിങ്ങിന് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വാല്യൂ ടോപ്പിനും ബോട്ടത്തിനും സെറ്റ് ആവും, രണ്ടാമത്തെ വാല്യൂ ലെഫ്റ്റും റൈറ്റും ആയിരിക്കും. ഞാനൊന്നിവിടെ കമൻറ്റ് ചെയ്യാം. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സ്പേസ് വേണ്ടിടത്തെല്ലാം ഞാൻ ഇനി ചെയ്തു പോവുകയാണ്. അപ്പോൾ നമുക്ക് H2 ടാഗിന് താഴെയായിട്ടാണ് വേണ്ടത്. സോ ഓൾറെഡി എത്ര പിക്സൽ കൊടുക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറക്റ്റ് 30 പിക്സൽ ഇങ്ങനെ കൊടുത്തു പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പേജ് ഇൻസ്പെക്ട് ചെയ്ത് ഏത് എലമെൻറ്റിനാണോ സ്പേസ് അല്ലെങ്കിൽ മാർജിൻ കൊടുക്കേണ്ടത് ആ ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ കൂട്ടിക്കൊടുത്ത് പോകാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഏതാണ് കറക്റ്റ് മാച്ച് എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. ദെൻ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഈ ഒരു വാല്യൂവിനെ. ഓക്കെ, ഇവിടെ എനിക്ക് 30 പിക്സലാണ് ഒരു കറക്റ്റായിട്ട് തോന്നുന്നത്. ഓക്കെ, ഇനി H3 ടാഗിന് അതുപോലെ ഇനി ഇവിടെ ഓരോ പാരഗ്രാഫിന് താഴെ നമുക്ക് സ്പേസ് വേണം. സോ മാർജിൻ ബോട്ടം 15 പിക്സൽ. ഓക്കെ, അപ്പോൾ ഓരോ പാരഗ്രാഫിന് ശേഷവും 15 പിക്സൽ സ്പേസ് ക്രിയേറ്റ് ആയി. പിന്നെ നമ്മുടെ ഇവിടെ UL-ൻ്റെയും OL-ൻ്റെയും ബുള്ളറ്റ്സും അതുപോലെ തന്നെ നമ്പറും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അതവിടെ ഉണ്ട്. പക്ഷേ അത് കാണാനായിട്ട് UL ടാഗിനെയും OL ടാഗിനെയും നമുക്ക് സെലക്ട് ചെയ്യാം.
ഓക്കെ, അതുപോലെ ഇവിടെ മാർജിൻ ലെഫ്റ്റ് ULൻ്റെ OLൻ്റെ 0 ആയതുകൊണ്ടാണ് നമുക്ക് ഈ നമ്പരും അതുപോലെ തന്നെ ബുള്ളറ്റ് പോയിൻറ്റ്സും കാണാൻ പറ്റാതിരുന്നത്. ദെൻ നമുക്കിനി വേണ്ടത് ലിസ്റ്റ് ഐറ്റത്തിനൊരു മാർജിൻ ബോട്ടം കൂടി കൊടുക്കാം. ഇനി നമുക്കിവിടെ വേണ്ടത് ഈ ഹെഡിങ്ങിനും ലിങ്കിനും ഇടയ്ക്കൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ലിങ്കുകൾ തമ്മിലും ഒരു സ്പേസ് വേണം. സോ പക്ഷേ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്പേസ് ക്രിയേറ്റ് ആയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ HTML-ൽ 2 ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സും ഉണ്ട്, ഇൻലൈൻ എലമെൻറ്റ്സും ഉണ്ട്. ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ div എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണ്. H2 ടാഗ് ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണ്. ബ്ലോക്ക് ലെവൽ എലമെൻ്റ് എന്ന് പറയുമ്പോൾ H2 ടാഗ് ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ദ ബേസിക് ലാംഗ്വേജ് ഓഫ് ദി വെബ് HTML. ഇതുവരെയുള്ള സ്പേസ് ഈ H2 ടാഗിന് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫുൾ റോ ആ ഒരു H2 ടാഗ് ഒക്കുപ്പൈ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ ടൈമിൽ തന്നെ നമ്മുടെ ആങ്കർ ടാഗിനെ ഇങ്ങനെ ഹോവർ ചെയ്യുന്ന സമയത്ത് എത്രയാണോ ആ ഒരു എലമെൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിന് സ്പേസ് ആവശ്യമുള്ള ആ ഒരു സ്പേസ് മാത്രമേ ആ ഒരു ടാഗ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇൻലൈൻ എലമെൻ്റ് എന്ന് പറയുന്നത്. ഒരു ഇൻലൈൻ എലമെൻ്റ് എത്രയാണോ അതിന് സ്പേസ് ആവശ്യമുള്ളത് ആ ഒരു സ്പേസ് മാത്രമേ അത് ഒക്കുപ്പൈ ചെയ്യുകയുള്ളൂ. പക്ഷേ ഒരു ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് ഫുൾ റോ ഒക്കുപ്പൈ ചെയ്തായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഒരു ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയ റോയിലായിരിക്കും അല്ലെങ്കിൽ പുതിയ ലൈനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് എല്ലാ എലമെൻറ്റ്സും ഒന്നെങ്കിൽ ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻലൈൻ എലമെൻ്റ് ആയിരിക്കും. ഇവിടെ ആങ്കർ ടാഗ് ഇൻലൈൻ എലമെൻറ്റും അതേപോലെ തന്നെ H2 div എന്നൊക്കെ പറയുന്നത് ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സും ആണ്. ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഏതൊക്കെയാണ് ബ്ലോക്ക് ലെവലും ഇൻലൈൻ എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ലിസ്റ്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ആങ്കർ ടാഗിന് മാർജിൻ ടോപ്പ് 20 പിക്സൽ സെറ്റ് ചെയ്തു. പക്ഷേ അത് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ആയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻലൈൻ എലമെൻറ്റ്സിന് മാർജിൻ ടോപ്പും മാർജിൻ ബോട്ടവും വർക്കാവില്ല. ആങ്കർ ടാഗ് ഇൻലൈൻ എലമെൻ്റ് ആണ്, അതുകൊണ്ടാണ് മാർജിൻ ടോപ്പും ബോട്ടം വർക്കായില്ല. പക്ഷേ നമുക്ക് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്പേസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആങ്കർ ടാഗിനെ ഇൻലൈൻ എലമെൻറ്റിൽ നിന്ന് ബ്ലോക്ക് എലമെൻറ്റിലോട്ട് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് പറയുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേ ബ്ലോക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആങ്കർ ടാഗെല്ലാം ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് ആയിട്ട് മാറി. അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മളിവിടെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിന് വേണ്ട സ്പേസ് മാത്രമല്ല അത് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നു, ആ ഫുൾ റോ ഒക്കുപ്പൈ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായി ആങ്കർ ടാഗ് ഇപ്പോൾ ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. പക്ഷേ നമുക്കിവിടെ അതുമല്ല വേണ്ടത്, സൈഡ് ബൈ സൈഡായിട്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഇൻലൈൻ ബ്ലോക്ക് എന്നുള്ള ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ലെവൽ എലമെൻറ്റിൻ്റെയും ഇൻലൈൻ്റെ ഒരു മിക്സാണ്. ഓക്കെ, അപ്പോൾ മാർജിൻ ടോപ്പ് അവിടെ 20 പിക്സൽ സെറ്റായി. ഇനി നമുക്ക് മാർജിൻ റൈറ്റ് ഒരു 30 പിക്സൽ കൊടുക്കാം. ഓരോ എലമെൻറ്റ്സിൻ്റെ മിഡിലായിട്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാർജിൻ റൈറ്റ് 30 പിക്സൽ കൊടുത്തത്. അപ്പോൾ ആ ഒരു സ്പേസും ക്രിയേറ്റ് ആയി. ഓക്കെ, പക്ഷെ നമുക്ക് ഈ 3 വാല്യൂസിനെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കറക്റ്റ് ഹെഡറിനകത്തുള്ള നാവിനെ മാത്രം അതിനായിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് എത്ര ആങ്കർ ടാഗ് ഉണ്ടോ ആ എല്ലാ ആങ്കർ ടാഗിനും ഈ ഒരു വാല്യൂസ് പ്രോപ്പർട്ടീസ് അപ്ലൈ ആവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള അതായത് നാവിനകത്തുള്ള ആങ്കർ ടാഗിനെ മാത്രം സെലക്ട് ചെയ്ത് അതിനാണ് നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലെ സ്പേസിംഗ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയമെൻഷൻസ് ആണ് കൊടുക്കേണ്ടത്. അതായത് വിഡ്ത്തും ഹൈറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഓരോ എലമെൻറ്റ്സിൻ്റെയും ഇവിടെ ഈ റിലേറ്റഡ് പോസ്റ്റ് എന്ന സെക്ഷൻ ഇത്ര വിഡ്ത്തേ വരുന്നുള്ളൂ. അപ്പോൾ അത് കൊടുക്കാനായിട്ട് പക്ഷേ ഇവിടെ റിലേറ്റഡ് പോസ്റ്റ് ഫുൾ വിഡ്ത്ത് ഒക്കുപ്പൈ ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം അസൈഡ് ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണ്, അതുകൊണ്ടാണ് ഫുൾ റോ ഒക്കുപ്പൈ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വിഡ്ത്ത് കുറയ്ക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ റിലേറ്റഡ് പോസ്റ്റിനെ മൊത്തമായിട്ട് സെലക്ട് ചെയ്യാം. എന്ന് പറയുമ്പോൾ അസൈഡാണ്. അസൈഡ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വിഡ്ത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. വിഡ്ത്ത് കൊടുക്കാനായിട്ട് വിഡ്ത്ത് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി തന്നെയാണ് HTML നമ്മൾ യൂസ് ചെയ്യുന്നത്, CSS യൂസ് ചെയ്യുന്നത്. വിഡ്ത്ത് ഒരു 500 പിക്സലായിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ റിലേറ്റഡ് പോസ്റ്റിൻ്റെ വിഡ്ത്ത് 500 പിക്സലായിട്ട് മാറി. ഇനി നമുക്ക് വിഡ്ത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വെബ്സൈറ്റിലെ എല്ലാ കണ്ടൻറ്റും പേജിൻ്റെ സെൻറ്ററിലായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ സെൻറ്ററിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിലുള്ള എല്ലാ കണ്ടൻറ്റിനും നമ്മളൊരു വിഡ്ത്ത് കൊടുക്കണം. സോ നമുക്ക് ആദ്യം ഒരു വിഡ്ത്ത് കൊടുക്കാം.
അപ്പോൾ ബോഡിക്ക് ഒരു വിഡ്ത്ത് സെറ്റ് ചെയ്യാം. ബോഡിക്ക് ഞാനൊരു 800 പിക്സൽ കൊടുക്കുന്നു. സോറി, വിഡ്ത്ത്. അപ്പോൾ നമ്മുടെ ബോഡിക്കകത്തുള്ള എല്ലാ കണ്ടൻറ്റിൻ്റെയും വിഡ്ത്ത് 800 പിക്സലായിട്ട് മാറി. ഓക്കെ, നമ്മൾ ആ ഒരു ബോഡി ടാഗിനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 800 പിക്സലാണ് ഇപ്പോൾ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ ഒരു ബ്ലൂ ലൈൻ ഫുള്ളായിട്ട് വേണം. അത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ബോഡിക്കകത്തുള്ള എല്ലാ കണ്ടൻറ്റിനെയും നമുക്കൊരു ഡിവിനകത്തോട്ട് റാപ്പ് ചെയ്യാം. സോ എല്ലാം കട്ട് ചെയ്തു. പിന്നെ ഇവിടെ ആ ഡിവിന് ഞാൻ കണ്ടെയ്നർ എന്നുള്ള ക്ലാസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ബോഡിക്കകത്ത് ഞാനൊരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിനകത്തോട്ട് നമ്മുടെ വെബ്സൈറ്റിൽ എല്ലാ കണ്ടൻറ്റും ഞാൻ റാപ്പ് ചെയ്തു. ഇനി ആ കണ്ടെയ്നറിനെ നമുക്ക് ബോഡിയിൽ നിന്ന് ആ ഒരു വിഡ്ത്ത് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബ്ലൂ ലൈൻ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്കിനി നമ്മുടെ കണ്ടൻറ്റ് സെൻറ്ററിലോട്ട് മാറ്റണം. അതിനായിട്ട് കണ്ടെയ്നറിനകത്ത് മാർജിൻ സെൻറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാർജിൻ കൊടുക്കുന്നു. ദെൻ 0 ഓട്ടോ എന്നുള്ളൊരു വാല്യൂ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ എല്ലാ കണ്ടൻറ്റും സെൻറ്ററിലോട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർജിൻ 0 ഓട്ടോ എന്ന് കൊടുക്കുമ്പോൾ ആദ്യത്തെ വാല്യൂ ടോപ്പും ബോട്ടത്തിനുമാണ് അപ്ലൈ ആവുന്നത്. അപ്പോൾ ഞാൻ അവിടെ 0 കൊടുത്തു. ടോപ്പും ബോട്ടും നമുക്ക് സ്പേസ് ഒന്നും വേണ്ട. ദെൻ രണ്ടാമത് ഞാൻ ഓട്ടോയാണ് കൊടുത്തത്. ഓട്ടോ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു വാല്യൂവിനെ ഇവിടെ കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോൾ നമ്മുടെ കണ്ടെയ്നറിനകത്തുള്ള കണ്ടൻറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 800 പിക്സലാണ്. അതായത് നമ്മുടെ സ്ക്രീനിൻ്റെ ഇതുവരെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കി സ്പേസ് എന്താണ് അവിടെ വെറുതെ അടയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ മാർജിൻ 0 ഓട്ടോ കൊടുക്കുന്ന സമയത്ത് ലെഫ്റ്റും റൈറ്റിൻ്റെയും വാല്യൂ, അതായത് ലെഫ്റ്റും റൈറ്റും മാർജിൻ്റെ വാല്യൂ ഓട്ടോ ആയിട്ട് മാറും. അപ്പോൾ എത്രയാണോ അവൈലബിൾ സ്പേസ് ഉള്ളത്, അപ്പോൾ ആ ഒരു അവൈലബിൾ സ്പേസിനെ രണ്ട് സൈഡിലായിട്ട് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഓട്ടോ കൊടുക്കുന്ന സമയത്ത്. നമുക്ക് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം. ബോഡിക്കകത്ത് കണ്ടെയ്നർ, ഓക്കെ. അപ്പം ബോഡിക്കകത്ത് 800 പിക്സൽ കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണോ അവൈലബിൾ സ്പേസ് ഉള്ളത്, ആ അവൈലബിൾ സ്പേസിനെ ഈക്വലി രണ്ട് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോ എന്ന് പറഞ്ഞ വാല്യൂ അവിടെ കൊടുത്തത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓട്ടോ ആയിട്ട് സെറ്റ് ചെയ്തത്. നമ്മുടെ എത്രയാണോ അവൈലബിൾ സ്പേസ്, എത്ര സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടൻറ്റ് സെൻട്രലായിട്ട് തന്നെ നിൽക്കും. കണ്ടില്ലേ, ഇവിടെ ഓട്ടോമാറ്റിക്കലി മാർജിൻ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ഈ ആങ്കർ ടാഗിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടാം. അതിനായിട്ട് നമുക്ക് നാവിനകത്ത് ഫോണ്ട് സൈസ് ഒരു 18 പിക്സലായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നാവിനകത്തുള്ള എല്ലാ കണ്ടൻറ്റിൻ്റെയും എല്ലാ ടെക്സ്റ്റിൻ്റെയും സൈസ് 18 പിക്സലായിട്ട് സെറ്റാവും.